പശ്ചിമേഷ്യയിൽ അരങ്ങേറിയിരുന്ന ഘോരയുദ്ധത്തിൽ അമേരിക്കയെയും അമേരിക്ക ചൊല്ലിക്കൊടുക്കുന്നത് മാത്രം വേദവാക്യമാക്കിയ ഇസ്രായേലിന്റെയും അഹങ്കാരത്തിന്റെ മസ്തകത്തിനിട്ട് അടികൊടുത്താണ് ഇറാന്റെ മിസൈലുകൾ തിരിച്ചെത്തിയത്. ഇറാന്റെ സംഹാര താണ്ഡവം കണ്ട് അടിപതറിപ്പോയ നെതന്യാഹു ഓടിപ്പോയി അമേരിക്കയുടെ കാൽക്കൽ വീണ് കെഞ്ചി. റഷ്യയുടെ മുന്നറിയിപ്പുകളെ പോലും പാടെ അവഗണിച്ച് അമേരിക്ക കൂടെ യുദ്ധത്തിലേക്ക് കടന്നു വന്നപ്പോൾ പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ കണ്ണുകളായിരുന്നു ഇറാൻ മിസൈൽ വർഷം നടത്തി തകർത്ത് കളഞ്ഞത്. പിന്നെ ഗതികെട്ട രണ്ടു രാജ്യങ്ങളും ലോക സമാധാനത്തെ മുൻനിർത്തി വെടിനിർത്തലിലേക്ക് എത്തി. അപ്പോഴും അമേരിക്കയ്ക്ക് ഇറാന്റെ രോമത്തിൽ പോലും തൊടാൻ സാധിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം. എന്നിട്ടും അമേരിക്കയും ഇസ്രായേലും അവകാശപ്പെടുന്നു അവരായിരുന്നു വിജയിച്ചത് എന്ന കാര്യം. നിങ്ങൾ തന്നെ പറയൂ, ആരാണ് ഈ യുദ്ധത്തിലെ യഥാർത്ഥ വിജയി? ഉത്തരം എന്തായാലും കമന്റ് ചെയ്യണേ, നമുക്ക് പരിശോധിക്കാം. 2025 ജൂൺ 13 മുതൽ 24 വരെ നീണ്ട 12 ദിവസത്തെ മധ്യപൂർവേഷ്യൻ യുദ്ധം ഇറാൻ, ഇസ്രായേൽ, US എന്നീ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഒരു തീവ്ര സംഘർഷമായിരുന്നു. ഈ യുദ്ധം ഇസ്രായേലിന്റെ ഇറാന്റെ ആണവ സൈറ്റുകളിലേക്കുള്ള ആക്രമണത്തോടെയാണ് ആരംഭിച്ചത്. പിന്നീട് USന്റെ ഇടപെടലും ഇറാന്റെ പ്രതികാര ആക്രമണങ്ങളും ഇതിൽ ഉൾപ്പെട്ടു. എന്നാൽ ഈ യുദ്ധത്തിന്റെ അന്തിമ ഫലം ഇറാന്റെ അചഞ്ചലമായ പ്രതിരോധവും തന്ത്രപരമായ ബുദ്ധിശക്തിയും പ്രകടമാക്കുന്നതാണ്. എങ്ങനെയാണ് ഈ യുദ്ധത്തിൽ ഇറാൻ ജയിച്ചത് എന്ന കാര്യമാണ് ഇനി ഞാൻ പറയുന്നത്. അത് പറയുമ്പോൾ ഇറാന്റെ അചഞ്ചലമായ പ്രതിരോധ ശക്തിയെക്കുറിച്ചാണ് നമ്മൾ ആദ്യം സംസാരിക്കേണ്ടത്. 40 വർഷത്തിലേറെയായി USന്റെയും പാശ്ചാത്യ രാഷ്ട്രങ്ങളുടെയും ഉപരോധങ്ങളും ആയുധ നിയന്ത്രണങ്ങളും നേരിട്ടിട്ടും ഇറാൻ ഈ യുദ്ധത്തിൽ അസാധാരണമായ പ്രതിരോധ ശേഷിയാണ് പ്രകടിപ്പിച്ചത്. ഇസ്രായേലിന്റെ അത്യാധുനിക വ്യോമാക്രമണങ്ങളും USന്റെ B-2 സ്റ്റെൽത്ത് ബോംബറുകൾ ഉപയോഗിച്ചിട്ടുള്ള ആണവ സൈറ്റുകളിലെ ആക്രമണങ്ങളും നേരിട്ട ഇറാൻ തങ്ങളുടെ സൈനിക ശക്തിയും ദേശീയ ഐക്യവും തെളിയിച്ചു കൊടുത്തു. ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഈ യുദ്ധത്തിന്റെ അവസാനം ഇറാന്റെ ധീരമായ പ്രതിരോധത്തിന്റെ വിജയമെന്നാണ് വിശേഷിപ്പിച്ചത്. ഇത് ജനങ്ങളുടെ ആത്മവിശ്വാസം കാര്യമായി വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. ഇറാൻ യുദ്ധത്തിൽ തന്ത്രപരമായി തന്നെയാണ് പ്രതികരിച്ചത്. യുസിന്റെ ഖത്തറിലെ അൽ ഉസൈസ് എയർബേസിന് നേരെയുള്ള മിസൈൽ ആക്രമണം ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളുടെ കൃത്യതയും ശക്തിയും പ്രകടമാക്കുന്നതായിരുന്നു. ഈ ആക്രമണം USന്റെ സൈനിക ആധിപത്യത്തിന് ഒരു വെല്ലുവിളിയും സൃഷ്ടിച്ചു. എന്നാൽ ഒരു വ്യക്തിക്കും ജീവഹാനി ഉണ്ടാകാതെ ഇറാൻ തങ്ങളുടെ ശക്തി കാണിക്കുകയാണ് ചെയ്തത്. അതേസമയം വിനയവും ഉത്തരവാദിത്വവും പ്രകടിപ്പിക്കാനും അവർ മറന്നില്ല. ഈ തന്ത്രപരമായ സമീപനം ഇറാനെ ഒരു ശക്തനും എന്നാൽ ധാർമ്മികവുമായ രാഷ്ട്രമാക്കി ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. ലോകമെമ്പാടുമുള്ള ജനങ്ങൾ, പ്രത്യേകിച്ച് ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിലുള്ളവർ ഇറാന്റെ പ്രതിരോധത്തെ അഭിനന്ദിച്ച് രംഗത്ത് വന്നിരുന്നു. എക്സ്പോസ്റ്റുകളിൽ ഇറാൻ നീതിക്കായി നിന്ന രാഷ്ട്രമായി ചിത്രീകരിക്കപ്പെട്ടു. അതേസമയം ഇസ്രായേലിന്റെയും USന്റെയും അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ച നടപടികൾ വിമർശിക്കപ്പെടുകയും ചെയ്തു. USന്റെ ആക്രമണങ്ങൾ ഇറാന്റെ ആണവ സൈറ്റുകളെ നശിപ്പിച്ചു എന്ന് ട്രംപ് അവകാശപ്പെട്ടെങ്കിലും റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തതിനനുസരിച്ച് ഈ ആക്രമണങ്ങൾ ഇറാന്റെ ആണവ പദ്ധതിയെ കേവലം മാസങ്ങൾ മാത്രമേ പിന്നോട്ട് വലിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇറാന്റെ ആണവ പദ്ധതി ഇപ്പോഴും പ്രവർത്തനക്ഷമമാണ്. ഇത് രാഷ്ട്രത്തിന് സാങ്കേതിക വൈദഗ്ധ്യവും ദീർഘകാല പദ്ധതികളും തെളിയിക്കുന്നുണ്ട്. ഇത് ഇറാന്റെ ശാസ്ത്രജ്ഞർക്കും അതുപോലെ എഞ്ചിനീയർമാർക്കും ഒരു ഉജ്ജ്വല ബുദ്ധിയുടെ തെളിവ് കൂടിയാണ്. ഇസ്രായേൽ ആകട്ടെ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേര് നൽകി തങ്ങളുടെ ആക്രമണത്തിലൂടെ ഇറാന്റെ ആണവ ഭീഷണി ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ട് നടന്നു. എന്നാൽ ഈ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിൽ നിന്നും അവർ തീർത്തും പരാജിതരായി മാറി. ഇറാന്റെ 600-ലധികം മിസൈലുകളും ഡ്രോണുകളും ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളിൽ തുളച്ചു കയറി. 28 പേർ കൊല്ലപ്പെടുകയും 3000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇസ്രായേലിലെ ജനങ്ങൾ തീവ്രമായ മിസൈൽ ആക്രമണങ്ങൾക്കിടയിൽ ഷെൽട്ടറുകളിൽ കഴിയേണ്ടതായി വന്നു. ഇത് രാഷ്ട്രത്തിന്റെ അജയ്യത എന്ന മിഥ്യയാണ് തകർത്ത് കളഞ്ഞത്. നെതന്യാഹു ചരിത്രപരമായ വിജയമെന്ന് അവകാശപ്പെട്ടെങ്കിലും ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ ഇറാന്റെ ആണവ പദ്ധതിയെ പൂർണ്ണമായും തടഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. മാത്രവുമല്ല, ഈ ആക്രമണങ്ങൾ മധ്യപൂർവ്വ മേഖലയിൽ ഇസ്രായേലിന്റെ ഒറ്റപ്പെടലിനും കാരണമായി. അറബ് രാഷ്ട്രങ്ങൾ പോലും ഇസ്രായേലിന്റെ ആക്രമണാത്മക നയങ്ങളെ വിമർശിച്ച് രംഗത്ത് വന്നു. ഇത് ഇസ്രായേലിന്റെ നയതന്ത്രപരമായ പരാജയത്തിന്റെ തെളിവ് കൂടിയാണ്. US ആകട്ടെ ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ എന്ന പേര് നൽകി ആക്രമണങ്ങളിലൂടെ ഇറാന്റെ ആണവ സൈറ്റുകളെ നശിപ്പിക്കാനുള്ള ശ്രമം തുടങ്ങി. എന്നാൽ ഈ ആക്രമണങ്ങൾ പരാജയപ്പെടുന്നതാണ് ലോകം കണ്ടത്. കാരണം ഇറാന്റെ ആണവ പദ്ധതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ട്രംപിന്റെ സമ്പൂർണ്ണ വിജയം എന്ന അവകാശവാദം USന്റെ സ്വന്തം ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ തന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇത് USന്റെ വിശ്വാസ്യതയെ ലോകത്തിന് മുന്നിൽ ദുർബലപ്പെടുത്തുക മാത്രമാണ് ഉണ്ടായത്. മാത്രവുമല്ല, USന്റെ ഇടപെടൽ മധ്യപൂർവ്വ മേഖലയിൽ അവരുടെ സ്വാധീനം കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാന്റെ ഖത്തറിലെ ആക്രമണം USന്റെ പ്രതിരോധ സംവിധാനങ്ങളുടെ പരിമിതികൾ വെളിപ്പെടുത്തുന്നതായിരുന്നു. ട്രംപിന്റെ
സമാധാന ദൂതൻ എന്ന പങ്ക് അദ്ദേഹത്തിന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റുകളിലെ അമിത വീർപ്പുമുട്ടലായി മാറി. ഇത് യുഎസിന്റെ നയതന്ത്രപരമായ അപജയത്തിന്റെ തെളിവ് കൂടിയാണ്. അതായത് യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ അതേ ട്രംപാണ് യുദ്ധമെല്ലാം ആരംഭിക്കുന്നതും യുദ്ധത്തിനെല്ലാം ശക്തി നൽകുന്നതും. ഇറാൻ ആകട്ടെ യുദ്ധത്തിൽ ഒരു മനുഷ്യത്വപരമായ സമീപനം കൂടി ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട്. അവരുടെ ആക്രമണങ്ങൾ സൈനിക ലക്ഷ്യങ്ങൾക്ക് മാത്രമായിട്ട് അവർ പരിമിതപ്പെടുത്തി. സാധാരണക്കാരുടെ ജീവന് ഹാനി വരുത്താതെ പരമാവധി അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഖത്തറിലെ ആക്രമണത്തിൽ ഒരു ജീവനും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഇറാൻ ഈ കാര്യത്തിൽ ശ്രദ്ധിച്ചത് എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഇറാന്റെ ധാർമ്മിക ഉന്നതിയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഇറാന്റെ ജനങ്ങൾ യുദ്ധത്തിന്റെ അവസാനം തെഹ്റാനിലെ എൻഗ്ലാബ് സ്ക്വയർ ഒത്തുചേർന്ന് സമാധാനത്തിന്റെ ഒരു ആഘോഷം തന്നെ നടത്തിയിട്ടുണ്ട്. ഈ ദൃശ്യം ഒരു രാഷ്ട്രത്തിന്റെ ഐക്യവും അവിടുത്തെ പ്രത്യാശയും ലോകത്തിന് കാണിച്ചു തരുന്നതാണ്. ഇറാനിലെ നേതാക്കൾ ജനങ്ങളോട് നമ്മുടെ ധീരതയും ഐക്യവുമാണ് ഈ വിജയമെന്ന് തുറന്ന് പ്രഖ്യാപിച്ചു. ഇത് ഒരു രാഷ്ട്രത്തിന്റെ ആത്മാഭിമാനത്തിന്റെ പ്രതീകമായി മാറുന്നത് അങ്ങനെയാണ്. 12 ദിവസത്തെ യുദ്ധം ഇറാന്റെ അചഞ്ചലമായ ധീരത, തന്ത്രപരമായ ബുദ്ധി, ധാർമ്മിക ഉത്തരവാദിത്തം എന്നിവയുടെ തെളിവായി മാറി. ഇസ്രായേലിന്റെയും യുഎസിന്റെയും ആക്രമണാത്മക നയങ്ങൾ അവരുടെ സ്വന്തം പരാജയത്തിന് കാരണം കുറിച്ചു. അതേസമയം ഇറാൻ മധ്യപൂർവ്വ മേഖലയിൽ ഒരു ശക്തനും ധാർമ്മികവുമായ ശക്തിയായി ഉയർന്നു വന്നു. ഇറാനിലെ ജനങ്ങൾ, അവരുടെ നേതാക്കൾ, ശാസ്ത്രജ്ഞർ, സൈനികർ എന്നിവർ ഈ വിജയത്തിന്റെ യഥാർത്ഥ ഹീറോകളാണ്. ഈ യുദ്ധം ഇറാന്റെ ചരിത്രത്തിൽ ഒരു തിളക്കമുള്ള അധ്യായമായി, ലോകത്തിന് ഒരു പാഠമായി. ധീരതയും ഐക്യവുമുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെ അതിജീവിക്കാമെന്ന വലിയ പാഠമായിട്ട് തന്നെ അടയാളപ്പെടുത്തപ്പെടും. ഇറാനിലെ ആക്രമണ ലക്ഷ്യം കണ്ടതിൽ വെടിനിർത്തുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അന്ന് പറഞ്ഞിരുന്നത്. ഇസ്രായേൽ നിർത്തിയതുകൊണ്ട് തങ്ങളും നിർത്തിയെന്നാണ് ഇറാൻ പ്രതികരിച്ചത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്തതോടെ ഇനി സമാധാന പാത എന്ന് യുഎസും പറഞ്ഞു. 12 ദിവസത്തെ സംഘർഷം തീരുമ്പോൾ 3 രാജ്യങ്ങളുടെയും നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കിയാലോ. ഇസ്രായേലിലേക്ക് ആദ്യം വരാം. ഈ മാസം 13-ന് ആക്രമണത്തിന്റെ ആദ്യ ദിനം തന്നെ ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തത് ഇസ്രായേലാണ്. ഉന്നത സൈനിക ജനറൽമാരെയും ഇന്റലിജൻസ് മേധാവിമാരെയും അവർ വധിച്ചു. ആണവ പദ്ധതിക്ക് നേതൃത്വം നൽകിയ ആണവ ശാസ്ത്രജ്ഞരെയും വധിച്ചു. ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് മാസങ്ങൾക്ക് മുൻപേ ഇറാനിൽ രഹസ്യ താവളങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്രേ. ഇന്റലിജൻസ് സംവിധാനത്തിൽ നുഴഞ്ഞുകയറി ബോംബാക്രമണം ആരംഭിച്ചപ്പോൾ ഇറാനിനുള്ളിൽ നിന്ന് ഡ്രോണാക്രമണം നടത്തി. യുഎസിന് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തി യുദ്ധത്തിൽ കൂട്ടാളിയുമാക്കി. ഇറാന്റെ ഭൂഗർഭ ആണവ കേന്ദ്രങ്ങളിൽ യുഎസിന്റെ B-2 ബോംബറുകൾ ആക്രമണം നടത്തി. സൈനിക നടപടി ഇസ്രായേലിൽ ബെന്യാമിൻ നെതന്യാഹുവിന് കരുത്ത് വർദ്ധിപ്പിച്ചു. ഇനി ഇറാനിലേക്ക് വരാം. ഇസ്രായേലിന്റെ കരുത്തുറ്റ വ്യോമ പ്രതിരോധ സംവിധാനം ഭേദിക്കാനാവുമെന്ന് ഇറാൻ ഇവിടെ തെളിയിക്കുന്നുണ്ട്. ടെല്ലവീവ് അടക്കം പ്രധാന നഗരങ്ങളിൽ ഇറാൻ മിസൈലുകൾ വ്യാപക നാശനഷ്ടമുണ്ടാക്കി. രാത്രി മുഴുവൻ ഇസ്രായേലിലെ സാധാരണ ജനങ്ങൾക്ക് ബങ്കറിൽ കഴിയേണ്ട സ്ഥിതി ഉണ്ടാക്കിയത് ഇറാന്റെ പ്രഹരശേഷിക്ക് വലിയ തെളിവായിട്ട് ലോകം മനസ്സിലാക്കിയിട്ടുണ്ട്. ഉന്നത ജനറൽമാർ ഇല്ലാതെ ഇരുന്നിട്ടും യുദ്ധവീര്യം നഷ്ടപ്പെട്ടില്ല. വൻ ശക്തിയായ യുഎസിനെ വെല്ലുവിളിച്ച് യുഎസ് താവളത്തിൽ ആക്രമണം നടത്തി. സുഹൃത്ത് രാജ്യമായ ഖത്തറിലെ ആക്രമണം മുൻകൂട്ടി അറിയിച്ചു. ജനവാസ മേഖലയെ ഒഴിവാക്കി. സംഘർഷം കത്തിപ്പടരാതെ ഗൾഫ് രാജ്യങ്ങളുടെ ശത്രുത ഒഴിവാക്കി. യുഎസ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ബോംബിട്ടതോടെ ഏറ്റവും വലിയ സൈനിക ശക്തി എന്ന സ്ഥാനം ഒന്നുകൂടി ഉറപ്പിച്ചു. ഇറാന്റെ സഖ്യകക്ഷികളായിരുന്നിട്ടും റഷ്യയും ചൈനയും യുഎസിനെതിരെ നേരിട്ട് രംഗത്തിറങ്ങിയില്ല. ഇറാനെ ആക്രമിച്ചെങ്കിലും സ്ഥിതി കൈവിട്ടു പോകാതിരിക്കാൻ വെടിനിർത്തൽ നടപടിയെടുത്തത് ഇതേ അമേരിക്കയാണ്. സമാധാന സ്ഥാപകൻ എന്ന വേഷത്തിൽ ട്രംപിന് തിളക്കമാണെന്ന് അവർ കരുതുന്നുവെങ്കിലും ശരിക്കും പറഞ്ഞാൽ അതൊരു തമാശ തന്നെയാണ്. ഇസ്രായേലിനൊപ്പം ഉറച്ചു നിൽക്കുമ്പോഴും അറബ് രാജ്യങ്ങളുടെ സ്വാധീന ശക്തി വർദ്ധിപ്പിച്ച് പോർ വിമാനങ്ങൾ തിരിച്ചു വിളിക്കാനും ട്രംപ് മറന്നില്ല. വെടിനിർത്തൽ ഒരു സർപ്രൈസായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചെങ്കിലും ഇസ്രായേലും ഇറാനും അവസാന മണിക്കൂറുകളിൽ കനത്ത ആക്രമണങ്ങളാണ് പരസ്പരം നടത്തിയത്. വെടിനിർത്തൽ നിലവിൽ വന്നിട്ടും ഇറാനെതിരെ ബോംബാക്രമണം ഇസ്രായേൽ തുടർന്നത് ട്രംപിനെ നീരസപ്പെടുത്തിയിട്ടുണ്ട്. ഹേഗിലേക്ക് നാറ്റോ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പോകുന്നതിന് മുൻപ് മാധ്യമപ്രവർത്തകരോട് താൻ അസന്തുഷ്ടനാണെന്ന് പറയാനും അദ്ദേഹം മറന്നില്ല. എല്ലാ വിമാനങ്ങളും തിരിച്ചെത്തിക്കണം, ഇസ്രായേൽ ബോംബിടൽ നിർത്തുക, നിങ്ങൾ ചെയ്യുന്നത് വലിയ ലംഘനമാണ്, ഇപ്പോൾ തന്നെ പൈലറ്റുമാരെ തിരിച്ചു വിളിക്കുക. ട്രംപ് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ടത് ഇങ്ങനെയാണ്. ബോംബിംഗ് തുടർന്നതോടെ നെതന്യാഹുവിനെ ട്രംപ് ഫോണിൽ വിളിച്ചു. എന്നാൽ വിമാനങ്ങൾ തിരിച്ചു വിളിക്കാനാവില്ലെന്ന നിലപാടാണ് നെതന്യാഹു അന്ന് സ്വീകരിച്ചത്. ഒടുവിൽ ഒരു കേന്ദ്രത്തിൽ മാത്രം ബോംബിട്ട് മടങ്ങുമെന്നായി. ഇസ്രായേലിൽ പതിക്കും മുൻപേ വെടിവെച്ചിട്ട ഒരു മിസൈലിന്റെ പേരിൽ ഇത്ര കനത്ത ബോംബിംഗ് ഇസ്രായേൽ നടത്തിയത് ഒട്ടും ശരിയല്ലെന്നാണ് ട്രംപ് തുറന്നടിച്ചത്. വെടിനിർത്തൽ ആരംഭിച്ചിട്ടും 1.5 മണിക്കൂറോളം ഇസ്രായേൽ ബോംബിംഗ് തുടർന്നുവെന്നാണ് ഇറാൻ പറഞ്ഞത്. വെടിനിർത്തലിനായി ട്രംപ് തന്നെയാണ് ഇസ്രായേൽ നേതൃത്വവുമായി സംസാരിച്ചത്. ഇറാനുമായുള്ള ചർച്ചയ്ക്ക് വൈസ് പ്രസിഡന്റ് JD വാൻസിനെയും
സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. ഖത്തറും ഈ വിഷയത്തിൽ ഇടപെട്ടു. അവസാന മണിക്കൂറുകളിലെ ഇറാൻ ആക്രമണത്തിൽ ബീർബേഷിയിലെ 3 പാർപ്പിട സമുച്ചയങ്ങൾ തകർന്നടിഞ്ഞു. തെരുവിൽ നിർത്തിയിട്ടിരിക്കുന്ന കാറുകളും കത്തിയമർന്നിട്ടുണ്ട്. വെടിനിർത്തൽ ആരംഭിച്ച ശേഷം 2 ഇറാൻ മിസൈൽ കൂടി ഇസ്രായേൽ ആകാശത്തെത്തി. ഇത് രണ്ടും വെടിവെച്ചിട്ടു. ഇതിന്റെ പേരിലാണ് ആക്രമണം പിന്നെയും ഇസ്രായേൽ കടുപ്പിക്കുന്നത്. എന്തായാലും യുദ്ധം അവസാനിച്ചപ്പോൾ യഥാർത്ഥ വിജയ് ഇറാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് അറിയാൻ താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും പരമാവധി ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.